ഹലോ മൈ ഡിയേഴ്സ്, ഡേ നമ്മുടെ വേല പ്രമാണിച്ചിട്ട് കന്യാറാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഡേ കന്യാറാണ് ഇന്ന്. അപ്പോൾ അതേ മോളെ മേലൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഇവിടെ പന്തം വീശുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ. വേലയ്ക്ക് ഒരാഴ്ച മുന്നേ പന്തം വീശും, എന്നിട്ട് 8ാമത്തെ ദിവസമാണ് വേല കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ അതേ പന്തൊക്കെ കെട്ടിയിട്ടുണ്ട്. എല്ലായിടത്തും ഇങ്ങനെയുള്ള ഐതിഹ്യങ്ങളും ചടങ്ങുകളൊക്കെ ഉണ്ടോയെന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ ഇങ്ങനെയുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ കുട്ടീസുകളൊക്കെ കൊളുത്തുന്നുണ്ട്. അപ്പോൾ എൻ്റെ മോൾക്കും കുഞ്ഞ് പന്തൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൾക്കത് ആയിട്ടില്ല എങ്കിലും എല്ലാവരും ചെയ്യുമ്പോൾ എൻ്റെ മോൾക്കും ഒരാഗ്രഹമല്ലേ, അപ്പോൾ അതിന് വേണ്ടി ചെയ്തതാണ്. അപ്പോൾ അവൾ കുറച്ച് പിടിച്ചതിന് തന്നെ അവൾക്ക് പേടിയായിട്ട് മേത്തേക്ക് ഇങ്ങനെ തീ വരുമോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാനും പിടിച്ചങ്ങ് സഹായിച്ച് കുട്ടിയുടെ പേരും പറഞ്ഞ് അങ്ങനെ ഞാനും ഒക്കെ കുറച്ച് പന്തൊക്കെ അങ്ങ് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുട്ടിക്ക് വേണ്ടിയാണെങ്കിലും കുട്ടിയുടെ അമ്മ പന്തം വീശുന്നതിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പം ഞാനും ഇങ്ങനെ പന്തൊക്കെ വീശിയിട്ടുണ്ട് കേട്ടോ കുഞ്ഞുനാൾ. ഇപ്പം എൻ്റെ മോളും അതൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ കുട്ടിക്കാലൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ നമ്മുടെ 8:30-9 മണിയോട് കൂടിയിട്ട് ഇതേ കണ്യാറ് വന്നിട്ടുണ്ട്. അപ്പോൾ കണ്യാറിൻ്റെ കൂടെ ഇതേ ആൾക്കാരെല്ലാവരും ഉണ്ട്. അങ്ങനെ കൊട്ടും പാട്ടും ഡാൻസുകളൊക്കെ ആയിട്ടാണ്. അപ്പോൾ അവരുടെ കയ്യിൽ ഇങ്ങനെ പടക്കങ്ങളും പന്തമൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ പുതുക്കുളങ്ങര കാവിലെ അമ്മയെ നമ്മുടെ ഇവിടെ പകൽവേല നടക്കുന്ന ആ ഒരു പകൽവേല കഴിക്കുന്ന സ്ഥലത്തേക്ക് കുടികൊള്ളിക്കുക എന്നൊക്കെ പറയും. അതായത് ഇവിടെ കൊണ്ടുവന്നിട്ട് അവർ 2 ദിവസം ദൈവത്തിന് കാവലിരിക്കും. പിന്നെ നമ്മുടെ വേല കഴിയുന്നവരെ അമ്മ ഇവിടെ തന്നെ ഉണ്ടാവും എന്നൊക്കെയാണ് കേട്ടോ വിശ്വാസം. അവർക്കൊക്കെ വിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവണ്ടല്ലേ, നമുക്ക് മാത്രം പോയാൽ മതിയോ. അങ്ങനെ നമ്മളും അതിന് കൂടെ പോയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ അതേ ഈ ഒരു മണ്ണിലാണ് നമ്മുടെ ഈ കണ്യാറ് പോയി നിന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇതിനെന്തോ പറയും കേട്ടോ, പേര് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഇതിന് ചുറ്റും ഇങ്ങനെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. എള്ളിത്തിരീൻ്റെ വേറെ എന്തോ ഒരു സംഭവമാണ്, ഇതിനെന്തോ ഒരു പേര് പറഞ്ഞായിരുന്നു അച്ഛൻ, എനിക്ക് മറന്നുപോയി. പിന്നെ അതേ ഇങ്ങനെ ഒരു ഇത് കണ്ടോ, പൊടി കൊണ്ട് വട്ടം വരച്ചിരിക്കുന്ന കണ്ടോ, അതിന് ചുറ്റും ഇവർ വിളക്ക് ഇങ്ങനെ എടുത്തിട്ട് ചുറ്റും ഇങ്ങനെ നിൽക്കും കേട്ടോ. എന്നിട്ട് അവരുടെ ആ ഒരു പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ബാക്കിയുള്ള 3 വലം ചുറ്റലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് എല്ലാ വർഷവും ഇതേപോലെ തന്നെ ഈ ചടങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നിട്ട് പടക്കമൊക്കെ കൊളുത്തും. അങ്ങനെ അതൊക്കെ കാണാൻ നമ്മുടെ വേലപ്പന്തൽ ഇപ്രാവശ്യം ഫസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മന്നമുഴക്കൽ നാലോടി അച്ഛന്മാരെ വന്നു മുഴങ്ങട്ടെ. 4 അച്ഛന്മാരെ വന്നു മുഴങ്ങട്ടെ. 32 കോടി ചെട്ടിയാന്മാരുങ്ങട്ടെ. വന്നു മുഴങ്ങട്ടെ. ഐങ്കുടി ദേശക്കാരെ വന്നു മുഴങ്ങട്ടെ.